അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റതിന് ചികിത്സ നൽകിയ ആന വീണ്ടും പ്ലാന്റേഷൻ തോട്ടത്തിലിറങ്ങി. ആനയുടെ പുതിയ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. MS ലിഷോയ് വിവരങ്ങളുമായിട്ട്. ലിഷോയ്, ആന ഉഷാറാണെന്ന് തോന്നുന്നു അല്ലേ? ദിവിഷ്, ആനയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. എലിച്ചാണി പാലത്തിന് മുകളിൽ ആ പരിസരത്താണ് ഈ ആനയെ ഇന്ന് കണ്ടെത്തിയത്. അതായത് ഈ ചികിത്സ നൽകിയതിന് ശേഷം പിന്നീട് ആന ഉൾവനത്തിലേക്ക് പോയിരുന്നു. ആനയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി വാച്ചർമാരെ വനം വകുപ്പ് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ വാച്ചർമാരുടെ ആ ഒരു നിരീക്ഷണ വലയത്തിൽ നിന്നും ആന ഉൾവനത്തിലേക്ക് പോയതോടുകൂടി ആനയെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒന്നും തന്നെ വനം വകുപ്പിന് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിരുന്നില്ല. ഇന്നിപ്പോൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടത്തിൽ വീണ്ടും അല്പസമയം മുമ്പാണ് ആന എത്തിയത്. ആനയെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ജീവനക്കാരും അതിനോടൊപ്പം തന്നെ വാച്ചർമാരും എല്ലാം തന്നെ തിരിച്ചറിയുകയും ചെയ്തു. ആന ദേഹത്ത് പൊഴിയെല്ലാം മണ്ണെല്ലാം വാരിയിട്ട് അത്തരത്തിൽ സാധാരണഗതിയിൽ ഒരു ആരോഗ്യവാനായ ആന എങ്ങനെയാണ് പെരുമാറുന്നത് ആ രീതിക്കുള്ള തരത്തിൽ ദേഹത്ത് മണ്ണെല്ലാം വാരിയിട്ട് കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. വലിയ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉള്ളതായി ദൃശ്യങ്ങളിൽ നിന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് പ്രദേശവാസികളും അതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന വാച്ചർമാരിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. കൂടാതെ നേരത്തെ ഈ ആനയുടെ മസ്തകത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു പരിക്ക്, ആ ഒരു പരിക്കേറ്റിരുന്ന സമയത്ത് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ആനയെ ഈ പ്രദേശത്ത് തന്നെ നേരത്തെയും കണ്ടിരുന്നു. പിന്നീട് ആനയെ കൂട്ടത്തിൽ നിന്നും ഈ മയക്കുപിടി വെക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ഈ ഓപ്പറേഷൻ്റെ ഭാഗമായി ആനയെ മയക്കുപിടി വെക്കാനായി നടത്തിയ ഒരു ശ്രമത്തിൽ പക്ഷേ ഇവിടെ നിന്നാണ്, ഈ ഭാഗത്ത് നിന്ന് തന്നെയാണ് ആന ഉൾവനത്തിലേക്ക് പിന്നീട് വലിഞ്ഞു പോയതും പിന്നീട് ഈ ഭാഗത്ത് വെച്ച് തന്നെ വീണ്ടും ആനയെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. നേരത്തെ ആനയുടെ മുറിവിൽ നിന്ന് ഈ ഒരു തരത്തിലുള്ള പഴുപ്പ് പോലെയുള്ള അവയെല്ലാം തന്നെയാണ് ഒലിച്ചു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലൊന്നും തന്നെ ദൃശ്യമായി ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് നേരിട്ടും പ്രകടമല്ല എന്നുള്ളതാണ് അവിടുത്തെ ആളുകളും മറ്റുമെല്ലാം തന്നെ പറയുന്നത്. എന്തായാലും ആന ആരോഗ്യവാനായി തിരികെ സാധാരണ പോലെയുള്ള ജീവിതത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ഇപ്പോൾ പേടിക്കേണ്ട ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ? ആന അങ്ങനെ അക്രമാസക്തമൊന്നും ആവുന്നില്ലല്ലോ അല്ലേ? എങ്കിലും ഫോറസ്റ്റിൻ്റെ ഒരു നിരീക്ഷണം അവിടെ വേണ്ടി വരുമല്ലേ? കാരണം ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമല്ലേ? അതായത് ഇത് എണ്ണപ്പനത്തോട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ടാപ്പിങ്ങിനും മറ്റും രാവിലെ ഒന്നും തന്നെ തൊഴിലാളികൾ ഇറങ്ങില്ല. അത് മറ്റ് ജോലികൾക്ക് വേണ്ടിയാണ് ഇറങ്ങാറുള്ളത്. പക്ഷേ ആളുകൾക്ക് അറിയാം, കാരണം ഈ മേഖലയിലൊക്കെ സ്ഥിരമായ ആനകളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഈ എലിച്ചാണിപ്പാലത്തിൻ്റെ മുകളിലും ഈ പരിസരത്തും എല്ലാം തന്നെ സ്ഥിരമായി ആനകൾ ഉണ്ടാകാറുള്ള സ്ഥലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് മറ്റ് ആനകളൊക്കെ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോകുക ഒരു പതിവുള്ള ഒരു കാര്യമാണ്. പക്ഷേ സ്ഥിരമായ ആനകളുടെ സാന്നിധ്യം ഉള്ളതിനാൽ തന്നെ ഒരു ശ്രദ്ധയും ആ മേഖലയിൽ ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. സ്ഥിരമായി വാച്ചർമാർ ഈ പ്രദേശത്ത് ഉണ്ട്, ആളുകൾക്ക് മുന്നറിയിപ്പ് ഉൾപ്പെടെയുള്ളവ നൽകുന്നുണ്ട്. ഇത് വീടുകൾ ഉള്ള ഒരു സ്ഥലത്തല്ല ഈ ആനയെ ഇപ്പോൾ നിലവിൽ കണ്ടിരിക്കുന്നത്, പക്ഷേ പ്ലാന്റേഷൻ തോട്ടത്തിനകത്താണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ശരി, ലിഷയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വനവകുപ്പിൻ്റെ ഒരു വലിയ ദൗത്യം തന്നെയായിരുന്നു ഈ ആനയെ കണ്ടെത്തി മയക്കുവെടി വെച്ച് അതിന് ചികിത്സ നൽകുക എന്നത്. അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആ വലിയ സാഹസ്യമായ ദൗത്യം പൂർത്തീകരിക്കുകയും ചെയ്ത്. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ആനയ്ക്ക് മുറിവ് അത്യാവശ്യം ഗൗരവമുള്ളതാണ്, പക്ഷേ സാധ്യമായ രീതിയിലുള്ള എല്ലാ ചികിത്സയും നൽകിയിട്ടുണ്ട്. വലിയ കുഴപ്പങ്ങളില്ലാതെ ആന ആരോഗ്യം വീണ്ടെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന്. എന്തായാലും ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ ആന വളരെ ആരോഗ്യത്തോടു കൂടി തന്നെ നിൽക്കുന്നു എന്നാണ്. ചൂടിനെ കുറയ്ക്കാൻ മണ്ണ് മേത്തുവാരിയിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എണ്ണപ്പനത്തോട്ടത്തിലാണ് ആന എത്തിയത്. അതിൻ്റെ മറുഭാഗത്ത് പ്ലാന്റേഷനും മറ്റേ ടാപ്പിംഗ് തൊഴിലാളികളും ഒക്കെ വരുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ആളുകൾക്ക് ആനയെ കണ്ട് പതിവുള്ളതിനാൽ വലിയ ആശങ്ക അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചുണ്ടാവില്ല. എന്തായാലും ആള് ശാന്തൻ കൂടിയാണ് എന്നത് ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള കാര്യമാണ്. ലിഷോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.